ഹലോ എവ്രി വൺ, വെൽക്കം ടു ദി അൾട്ടിമേറ്റ് വീഡിയോ മ്യൂച്വൽ ഫണ്ട്സ് വേഴ്സസ് സ്റ്റോക്സ്. ഈ വീഡിയോയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കും. കുറേ ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്തോ വേറെ സംഭവമാണെന്നോ, സ്റ്റോക്ക് എന്തോ ഭയങ്കര സംഭവമാണെന്നോ, മ്യൂച്വൽ ഫണ്ടിൽ ഉറപ്പായിട്ട് റിട്ടേൺ കിട്ടുന്ന അല്ലെങ്കിൽ സ്റ്റോക്സ് എപ്പോഴും പൊട്ടുന്ന കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കും. ആൻഡ് നിങ്ങൾക്ക് ഏതാണ് നല്ലത്, നിങ്ങൾ ഏതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ആൻഡ് ഏതിൽ ചേരുന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേരൻസിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്യുക. കാരണം എല്ലാവരും ലൈഫിൽ എപ്പോഴെങ്കിലും സ്റ്റോക്കോ മ്യൂച്വൽ ഫണ്ടോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ എത്തും. ആ സമയത്ത് ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട്, കറക്റ്റ് ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് തെറ്റായ ഡിസിഷൻ എടുക്കും, പൈസ കുറേ പോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന പോലെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴെ ഇടിഞ്ഞ് വീടുന്ന സാധനം, മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടീഡ് സാധനം ആവണമെന്നില്ല. രണ്ടും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം, വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം, കോമൺ ആയ സാധനം മനസ്സിലാക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോക്ക് വാങ്ങിക്കുന്നത് നിങ്ങളൊരു ഫ്രൂട്ട് കടയിൽ പോയിട്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട് വാങ്ങിക്കുന്ന പോലെ ആലോചിക്കുക. നിങ്ങൾ ആപ്പിൾ കണ്ടു, ആപ്പിൾ കുറേ കാലമായിട്ട് കാണുന്ന നല്ല ആപ്പിളാണ്, ഒരു ആപ്പിൾ വാങ്ങിച്ചു. ഓറഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഓക്കെ, ഓറഞ്ച് നിങ്ങൾ കുറേ വാങ്ങിച്ചു. ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ഫ്രൂട്ട് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി വാങ്ങിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഫുൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഈ ഫ്രൂട്ട് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ എന്താ, ഒരു കമ്പനീൻ്റെ ഓണർഷിപ്പ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിലയൻസ് എന്നുള്ളൊരു വലിയ കമ്പനി എടുക്കുക. റിലയൻസിന് ഒരു സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ കുറേ ഷെയറുകളുണ്ടാവും. ഓക്കെ, ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ ചിലപ്പം 100 രൂപയായിരിക്കും, 200 രൂപയായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ % ഓണർഷിപ്പാണ്. നിങ്ങളതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഓണർഷിപ്പ് സ്റ്റേക്ക് ഹോൾഡറായി. ഇനി അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് ഗുണം? നിങ്ങൾക്ക് പോയിട്ട് പറയാൻ പറ്റും നാളെ അംബാനി ഇങ്ങനെ ചെയ്യണം, റിലയൻസ് അങ്ങനെ ചെയ്യണം. അതൊന്നും പറ്റൂലെങ്കിലും റിലയൻസ് നാളെ ഗ്രോ ചെയ്താൽ, റിലയൻസ് നാളെ ലാഭം ഉണ്ടാക്കുന്നു, അതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ, ഷെയർ പ്രൈസ് കൂടുകയാണെങ്കിൽ നിങ്ങളുടെ ആ പ്രൈസും കൂടും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 100 രൂപ ചിലപ്പോൾ 110 രൂപ. അപ്പോൾ നിങ്ങൾക്കും ആ ലാഭത്തിൻ്റെ ഒരു ഭാഗമാവാം. പക്ഷേ റിലയൻസ് നാളെ ഡൗൺ പോയാൽ, അതിൻ്റെ ലാഭം കുറഞ്ഞു, അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് കുറയുകയാണെങ്കിൽ നിങ്ങളുടെ 100 രൂപ ചിലപ്പോൾ 90 രൂപ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ പോകുന്ന പോലെ. അപ്പം ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിനനുസരിച്ച് നമുക്ക് ലാഭവും നഷ്ടം ഉണ്ടാകുന്ന പോലെയാണ്. ഓക്കെ, ഇനി സ്റ്റോക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയിൽ ഇഷ്ടമുള്ള പോലെ വാങ്ങിക്കാം. ചെറിയ കമ്പനി ആയിക്കോട്ടെ, വലിയ കമ്പനി ആയിക്കോട്ടെ, എത്ര ഷെയർ വേണേൽ വാങ്ങിക്കാം, എത്ര ഷെയർ വേണേൽ വിൽക്കാം. അപ്പോൾ അതാണ് കംപ്ലീറ്റ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട് കടയിൽ പോയിട്ട് വാങ്ങിക്കുന്നതും വിൽക്കുന്ന പോലെയാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് തന്നെയാണ് വാങ്ങിക്കുന്നത്. നിങ്ങൾ റിലയൻസ് അല്ലെങ്കിൽ ആപ്പിൾ, മാങ്ങ, പേരയ്ക്ക ഇഷ്ടമുള്ള വാങ്ങിക്കുന്നത്. പക്ഷേ നിങ്ങളല്ല വാങ്ങിക്കുന്നത്, നിങ്ങളൊരു എക്സ്പേർട്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ അച്ഛനോടോ അമ്മേനോട് പറയും, കുറച്ച് നല്ല ഫ്രൂട്ട്സ് നോക്കി വാങ്ങിക്കാൻ പറയും. അവർ കേടൊന്നുമില്ലാത്ത, അവരുടെ എക്സ്പീരിയൻസിൽ അറിയുന്ന നല്ല ഫ്രൂട്ട്സുകൾ വാങ്ങിക്കും. പക്ഷേ അവർ ഒരു ഫ്രൂട്ടായിട്ടല്ല വാങ്ങിക്കുക, ഒരു ആപ്പിൾ മാത്രം അല്ലെങ്കിൽ ഒരു ഓറഞ്ച് മാത്രമല്ല വാങ്ങിക്കുക. അവരൊരു ബാലൻസ്ഡ് ഡയറ്റ് പോലെ അവർ HDFC വാങ്ങിക്കും, റിലയൻസ് വാങ്ങിക്കും, ടാറ്റ വാങ്ങിക്കും, അങ്ങനെ കുറേ കമ്പനീസ് വാങ്ങിക്കും. അത് നിങ്ങൾ ഏത് പേരൻറ്റിനോട് അല്ലെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ട് കമ്പനീനോട് ചോദിക്കുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ HDFCൻ്റെ തന്നെ കുറേ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, ലാർജ് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ വാങ്ങിക്കും. വലിയ കമ്പനീസിനാണെങ്കിൽ ലാർജ് ക്യാപ്പിലേക്ക് പോകാം. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആയിട്ട് വരും. ഡെറ്റ് എന്ന് പറഞ്ഞാൽ വേറെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ മ്യൂച്വൽ ഫണ്ട് എക്സ്പേർട്സിനോട് പറയുകയാണ്, നിങ്ങൾ സ്റ്റോക്കുകൾ വാങ്ങിക്കുക, പക്ഷേ ഞാൻ പറയുന്ന പോലെ സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റും. എനിക്ക് ഇത്ര റിലയൻസ് വേണം, അത്ര HDFC വേണമെന്ന് പറയുന്ന പോലെ ചെയ്യില്ല. അവർക്കൊരു ബാസ്ക്കറ്റ് ഉണ്ട്, അവർക്കൊരു ലിസ്റ്റ് ഉണ്ട്. അവർ പറയുകയാണ്, ഞാൻ എപ്പോഴും വാങ്ങിക്കുമ്പോൾ 10 റിലയൻസ്, 4 ടാറ്റ, 5 എയർ ഇന്ത്യ, അങ്ങനെയൊക്കെ വാങ്ങിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കുള്ളൂ. അതിനെ വിളിക്കൊരു ബാസ്ക്കറ്റ്. ആൻഡ് അവർ മിനിമം 30-40 കമ്പനിയിൽ ഒരുമിച്ച് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം എനിക്ക് ഈ കമ്പനി മാത്രം വേണമെന്ന് പറഞ്ഞിട്ട് കിട്ടില്ല. അപ്പം ഫ്ലെക്സിബിലിറ്റി ഇല്ല. പക്ഷേ ആ എക്സ്പേർട്ടിന് അറിയുന്ന നോളജ് വെച്ചിട്ട് അയാൾക്ക് മാക്സിമം ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും അയാൾ ഉണ്ടാക്കി വെച്ചത്. അയാളൊരു എക്സ്പേർട്ടാണ്, നമ്മളെ പോലെയല്ല. അപ്പോൾ അയാൾക്ക് നല്ല വിവരമുണ്ട്. ആൻഡ് അയാൾ ലാഭം ഉണ്ടാക്കുമ്പോൾ, അയാൾ എപ്പോഴാണ് ലാഭം ഉണ്ടാക്കാം? ഈ വാങ്ങിച്ച 30-40 കമ്പനീൻ്റെ സ്റ്റോക്ക് പ്രൈസ് മേലേക്ക് പോകുമ്പോൾ, ഓക്കെ, അപ്പോൾ അയാൾക്ക് ലാഭം കിട്ടും. ആൻഡ് ആ ലാഭമാണ് നമുക്ക് തരുന്നത്. പക്ഷേ വ്യത്യാസം എന്താണ്? ഈ AMC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീൻ്റെ ഈ ചേട്ടൻ, മ്യൂച്വൽ ഫണ്ട് മാനേജർ, ലാഭം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ നമുക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നില്ലേ, അയാളൊരു എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ എടുക്കും. എക്സ്പെൻസ് റേഷ്യോ ബേസിക്കലി എന്തൊരു 1% അതിനെക്കാട്ടും കുറവായിരിക്കും അയാൾക്കൊരു കമ്മീഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കഷ്ടപ്പെട്ട് പണി ലാഭം ഉണ്ടാക്കി തരുന്നതിൻ്റെ പൈസ അയാൾ 1% എടുക്കും. ഇനി ഈ ലാഭം ഉണ്ടാക്കിയില്ലെങ്കിലും അയാൾ 1% എടുക്കും, നഷ്ടമാണെങ്കിലും ഇയാൾ എടുക്കും. അതൊക്കെ ഓർത്ത് വെച്ചോ. ഹലോ എവ്രിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും, മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും നമ്മൾ ശരിക്കും
ശരിക്കും എന്താണ് സ്റ്റോക്കുകൾ തന്നെയാണ് വാങ്ങിക്കുന്നത്, ഓരോ കമ്പനിയുടെ ഷെയർസാണ് വാങ്ങിക്കുന്നത്. വാങ്ങിക്കുന്ന രീതി ഡിഫറൻ്റ് ആണ്. നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നത് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള രീതിയിൽ പിക്ക് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് ആവാൻ നമ്മളൊരു എക്സ്പേർട്ടിന് പൈസ കൊടുത്തിട്ട് അവരോട് പിക്ക് ചെയ്യാൻ പറയുന്നു. ആൻഡ് അവർ ലാഭം ഉണ്ടെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാവും, സ്റ്റോക്ക് മേലേക്ക് പോയാൽ നമുക്ക് ലാഭം ഉണ്ടാവും. സെയിം ലോജിക്കാണ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, അവസാനം പൈസ എവിടെ പോകുന്നത്? നമ്മുടെ ഈ കമ്പനീസിലേക്ക് അവരുടെ ഷെയർ വാങ്ങിക്കാനാണ്. സംഭവം ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അവരുടെ വ്യത്യാസമാണ്. ഞാൻ ചെറുതായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് 100% കൺട്രോൾ ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന് തോന്നുമ്പോൾ ഇപ്പോൾ വിൽക്കാം, നാളെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത്ര വാങ്ങിക്കണം, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, എത്ര വേണം വാങ്ങിക്കാം, എത്ര വേണം വിൽക്കാം, നിങ്ങളുടെ കൺട്രോൾ. നിങ്ങൾക്ക് നാളെ രാവിലെ മൂഡ് പോയാൽ വിൽക്കണം തോന്നാൻ, നിങ്ങൾക്ക് തോന്നുകയാണ് നാളെ അടിപൊളി പെർഫോം ചെയ്യണം, കുറേ വാങ്ങിക്കുക, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഇനി ഓൾ ഇൻ ഹൈ കൺവിക്ഷൻ ഫുള്ളായിട്ട് പോകാം. മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയല്ല. മ്യൂച്വൽ ഫണ്ടിൽ ആ എക്സ്പേർട്ട് തീരുമാനിക്കും. നിങ്ങൾ ഏൽപ്പിച്ച ആ മ്യൂച്വൽ ഫണ്ട് എക്സ്പേർട്ട് തീരുമാനിക്കും എത്ര വിൽക്കണം, എത്ര വെക്കണം എന്നൊക്കെ. അത് നിങ്ങൾക്ക് പോയിട്ട് പറയാനൊന്നും പറ്റില്ല, അത് അവർ ചെയ്തോളും. അവർ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാ, അപ്പം അവരുടെ ഇഷ്ടമുള്ള പോലെ നടക്കുകയുള്ളൂ. ഇനി മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലെക്സിബിലിറ്റി പോരാതെ കുറച്ച് വ്യത്യാസങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ഹൈവേയിൽ വണ്ടി ഓടിക്കുന്ന പോലെയാണ്. ഹൈവേയിൽ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ഹൈവേയിൽ തന്നെ പോകണം, ആ റൂൾസ് അനുസരിച്ച് പോകണം. ഇടയ്ക്ക് ഒരു എക്സിറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ബോട്ട് ഓടിക്കുന്ന പോലെ, അല്ലെ സ്വന്തം നാട്ടിൽ ഓടിക്കുന്ന പോലെ ഇഷ്ടമുള്ള ടേൺ എടുക്കാൻ, ഇഷ്ടമുള്ള പോലെ പോകാം, റൂൾസൊന്നുമില്ല. അതുപോലെയാണ് മ്യൂച്വൽ ഫണ്ടിൽ. പ്രശ്നം എന്താണ്? നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ പറ്റില്ല. മ്യൂച്വൽ ഫണ്ടുകാർ മിനിമം ഒരു 20 സ്റ്റോക്സ് ഹോൾഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ട് ലിസ്റ്റ് പോയാലും, ഇപ്പോൾ HDFC ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ നിപ്പോണിൻ്റെ സ്മോൾ ക്യാപ്പ് പോയാലും അവർ 20-30 കമ്പനീസ് മിനിമം ഇൻവെസ്റ്റഡ് ആയിരിക്കും. ഓരോ പെർസെൻറ്റേജ് ആയിട്ട് അവർ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇനി മാക്സിമം അലോക്കേഷൻ ലിമിറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു AMC, ഫോർ എക്സാമ്പിൾ നിപ്പോൺ ആയിക്കോട്ടെ. നിപ്പോൺ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു കമ്പനിയാണ്. അവരുടെ കയ്യിലൊരു 1000 കോടിയുണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിൽ. ഈ 1000 കോടിയിൽ അവർക്ക് ലിമിറ്റ് ഉണ്ട്. എന്താണ്? 10%-നെക്കാട്ടും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1000 കോടിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 കോടി. ഓക്കെ, 100 കോടിനെക്കാട്ടും ഫോർ എക്സാമ്പിൾ നല്ലൊരു സ്റ്റോക്കാണെങ്കിലും മോശം സ്റ്റോക്കാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലിമിറ്റ് ഉണ്ട്, ഇത്രേ പറ്റുള്ളൂ ഓരോ സ്റ്റോക്കിൽ നിന്നും. ഓക്കെ, അപ്പോൾ പ്രശ്നം എന്താണ്? ഈ കമ്പനി അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറേ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു അടിപൊളി കമ്പനി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ 10 ലക്ഷം രൂപ ഇടാം. ആരും നിങ്ങളോട് പറയാൻ പോകുന്നില്ല ചെയ്യാൻ പറ്റൂല, ലിമിറ്റ് ഉണ്ട്, അങ്ങനെയൊന്നും പറ്റില്ല. മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന് അങ്ങനത്തെ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരു വലിയ ഗെയിം നോക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കൃത്യമായിട്ട് വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്ന വ്യത്യാസമാണ് സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലും ആക്സസും ഡിവിഡൻസും. സ്മോൾ ക്യാപ്പ് ആക്സസ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ കിട്ടില്ല. എന്താണ് സ്മോൾ ക്യാപ്പ് ആക്സസ്? വളരെ ചെറിയ കമ്പനീസ്, വളരെ ചെറുതായിട്ട് ഗ്രോ ചെയ്ത് വരുന്ന കമ്പനീസിൽ മ്യൂച്വൽ ഫണ്ട് പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം എന്താണ്? മ്യൂച്വൽ ഫണ്ട് ഞാൻ പറഞ്ഞ പോലെ 1000 കോടി 10,000 കോടി എന്നുള്ള വലിയ വലിയ എമൗണ്ട്സ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർക്കൊരു ഫണ്ട് പിക്ക് ചെയ്യുകയാണെങ്കിൽ, അവരൊരു കമ്പനി അല്ലെങ്കിൽ സ്റ്റോക്ക് പിക്ക് ചെയ്യുകയാണെങ്കിൽ അവർ മിനിമം ചിലപ്പോൾ ഒരു 10-20 കോടിയൊക്കെ മിനിമം അവർക്ക് മിനിമം ഇടാൻ പറ്റുക. ആലോചിച്ച് 1000 കോടി ഉള്ളപ്പോൾ അവർക്ക് 10 രൂപ നോട്ട് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അവർ കോടികളിലാണ് കളിക്കുന്നത്. അപ്പോൾ അവർക്ക് വളരെ ചെറിയ കമ്പനി, നന്നായിട്ട് ഗ്രോ ചെയ്യാൻ ചാൻസ് ഉള്ള വളരെ ചെറിയ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ കമ്പനി ചിലപ്പോൾ 5-10 കോടീൻ്റെ വെർത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ കൊണ്ട് 5-10 കോടി ഇടാൻ അവർക്ക് ചിലപ്പോൾ പറ്റൂല. പക്ഷേ സ്റ്റോക്ക് ഡയറക്റ്റായിട്ട് വാങ്ങിക്കുന്നത് നിങ്ങളുടെ ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ആയിക്കോട്ടെ, നിങ്ങൾക്ക് പക്ഷേ അവരുടെ സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പം ഈ കുഞ്ഞു കമ്പനീസ്, വളരെ ചെറിയ കമ്പനീസ് ചിലപ്പോൾ ഭയങ്കര ഗ്രോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഗ്രോത്ത് ഇല്ലാത്ത കമ്പനീസ് ആയിരിക്കും. അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഫ്ലെക്സിബിലിറ്റി, സ്റ്റോക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് നോക്കിയത് അത് വാങ്ങിക്കാം. മ്യൂച്വൽ ഫണ്ട് കമ്പനീസും വളരെ ചെറിയ കമ്പനീസിലേക്കുള്ള ആക്സസ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി അതിൽ ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ കുഞ്ഞു കമ്പനീസിൽ ഇവർ വാങ്ങിച്ചിട്ടാൽ നാളെ നിങ്ങൾക്കത് തിരിച്ച് വിൽക്കണമെങ്കിൽ, ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ആ സ്റ്റോക്ക് വിൽക്കുക എന്ന് പറയുമ്പം കോടിക്കണക്കിന് വിൽക്കുക. അപ്പോൾ അത്രയും ഇല്ലെങ്കിലും അങ്ങനെ കുറേ ലിക്വിഡിറ്റി പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ കുഞ്ഞു കമ്പനീസിലേക്ക് ആക്സസ് മ്യൂച്വൽ ഫണ്ട് വഴി ഉണ്ടാവില്ല. നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ സ്റ്റോക്കിലേക്ക് പോകണം. സ്റ്റോക്ക് ആകുമ്പോൾ എന്താണ്? സ്റ്റോക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനീസ് ഇഷ്ടമുള്ള പൈസ നിങ്ങൾക്കുള്ള പോലെ ഇടാൻ പറ്റും. ഇനി അടുത്ത പ്രശ്നമാണ് ടാക്സേഷൻ ഓൺ ഡിവിഡൻസ്. ഈ കമ്പനികൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പൈസ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പൈസ നിങ്ങൾക്ക് നേരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ നേരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഡിവിഡൻഡ് പൈസ വരും. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സ്ലാബ് റേറ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് 30% ആണെങ്കിൽ ആ സ്ലാബ് റേറ്റിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ 30% 20% അത് അവിടെ തന്നെ പോയി. ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഫോർ എക്സാമ്പിൾ ആ മ്യൂച്വൽ ഫണ്ട് കമ്പനി, ഓക്കെ, മ്യൂച്വൽ ഫണ്ട് നമ്മുടെ ഈ സെയിം കമ്പനിയിലേക്ക് ഇൻവെസ്റ്റഡ് ആണ്, കുറേ പൈസ നമ്മളതിൽ ഇൻവെസ്റ്റഡ് ആണ്. ഇനി അതിൽ ഡിവിഡൻഡ് വരുമല്ലോ. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ ഒരു ഡിവിഡൻഡ് പോർഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടണം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക? ഈ ഡിവിഡൻഡ് മ്യൂച്വൽ ഫണ്ടിലേക്ക് റീഇൻവെസ്റ്റ് ആവും. ഫോർ എക്സാമ്പിൾ ഒരു 10 രൂപ ഡിവിഡൻഡ് ആയിട്ട് വന്നു വിചാരിക്കുക. അത് തിരിച്ച് ആ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ പോയിക്കോളും. അപ്പോൾ അവിടെ എന്താ ഗുണം? അപ്പോൾ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അതിൽ ടാക്സ് വരില്ല, ടാക്സേഷൻ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയില്ല. അതേ സമയത്ത് അത് ഫുള്ളായിട്ട് ഈ 30-20% കട്ടാവാതെ, ടാക്സ് കട്ടാവാതെ തിരിച്ച് റീഇൻവെസ്റ്റ് ആവും. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് റണ്ണിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ടാക്സ് കട്ടായിട്ട് വളരെ ചെറിയൊരു കാര്യമുള്ളൂ. പക്ഷെ എന്നാലും മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ അത് റീഇൻവെസ്റ്റ് ആയിട്ട് അത് ലോങ് റണ്ണിൽ കുറച്ചുകൂടി ബെറ്റർ ഗ്രോത്ത് തരും. ഇനി റിയലിസ്റ്റിക് കാര്യങ്ങളിലേക്ക് വരാം. നമുക്ക് ആക്ച്വലി മാറ്റർ ചെയ്യുന്നത് 93% ഓഫ് FNO ട്രേഡേഴ്സ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡേഴ്സ് ലോസ് മേക്കിംഗ് ആണ്. ഓക്കെ, 100 ആൾക്കാരെടുത്താൽ ഇന്ത്യയിലെ 93 ആൾക്കാരും ലോസ് ഉണ്ടാക്കുന്നതാണ് FNOയിൽ. ഞാൻ എന്തുകൊണ്ട് FNO എന്ന് പറയുന്നത്, FNO എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ സ്റ്റോക്സിൻ്റെ. പക്ഷേ അതിൻ്റെ ഡേറ്റേ ഉള്ളൂ സെബി റിലീസ് ചെയ്തത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 93% ആൾക്കാർ നഷ്ടം ഉണ്ടാക്കുന്നത്. അത് സ്റ്റോക്ക് പിക്ക് ചെയ്യുന്ന പോലെ എന്ന് ആലോചിച്ചാൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിനിമം 80% ആൾക്കാർ നമുക്ക് അസ്യൂം ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് സ്റ്റോക്ക് പിക്ക് ചെയ്തിട്ട് നഷ്ടം ഉണ്ടാക്കുന്നത്. 20% നന്നായിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും. പക്ഷേ 80% ആൾക്കാരും നല്ല വിവരമുള്ളവരും നല്ല എക്സ്പേർട്ട് ആയവരും അല്ലെങ്കിൽ കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നവരും നഷ്ടം ഉണ്ടാക്കാൻ പറ്റും. അതൊരു നാച്ചുറൽ സംഭവമാണ്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട്സ് ആകുമ്പോൾ എന്താ ഗുണം? നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എക്സ്പേർട്ടിനെ ഏൽപ്പിക്കാം. ആൻഡ് ലോങ് റണ്ണിൽ മാർക്കറ്റ് നന്നായിട്ട് പോകുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകാരും ഉണ്ടാക്കും. മ്യൂച്വൽ ഫണ്ടുകാർ നഷ്ടത്തിൽ പോകില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ലോങ് റണ്ണിൽ മാർക്കറ്റ് അടിപൊളിയായിട്ട് തരികയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അടിപൊളിയായിരിക്കും പൊതുവേ. ഇനി വേറൊരു പ്രശ്നമുണ്ട്, ഇൻഫർമേഷൻ ഏസിമെട്രി. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ സ്റ്റോക്ക് വാങ്ങിക്കുകയാണ്. നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. നമുക്കൊരു കമ്പനീനെ പറ്റിയിട്ട് ന്യൂസ് എവിടെ നിന്നാണ് കിട്ടുക? നമുക്ക് ഗൂഗിള് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്സോ അല്ലെങ്കിൽ ന്യൂസ് ഇതിൽ കൂടെയല്ലേ കിട്ടുള്ളൂ. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ വലിയ ആൾക്കാർക്ക്, ബ്രോക്കേഴ്സിനും അവർക്ക് ടീംസ് ഉണ്ട്. അവർക്ക് അവർ ഹയർ മാനേജ്മെൻറ്റിനെ പോയി കാണും. ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോടി കണക്കിനാണ്. അവർ മാനേജ്മെൻറ്റിനെ പോയി കാണും. അവരുടെ പ്ലാൻസ് അറിയാം, അവരുടെ ക്വാർട്ടർലി റിപ്പോർട്ട്സ്, ബ്രോക്കർ റിപ്പോർട്ട്സ് കാണും. ഇവർക്ക് ചിലപ്പോൾ ഒരു കമ്പനീനെ റിസർച്ച് ചെയ്യാനും അനലൈസ് ചെയ്യാനും 100 കണക്കിന് റിസർച്ചേഴ്സ് ഉണ്ടാവും. അവർ ഓരോ മൂവ്സും കാര്യങ്ങളും മനസ്സിലാക്കാനും. അവർ ചിലപ്പോൾ ഫാക്ടറി പോകും, അവരുടെ പ്രൊഡക്റ്റ് ലൈനപ്സ് നോക്കും, അവരുടെ കടയിലൊക്കെ ഉള്ള റിസർച്ചൊക്കെ നടത്തും. ചില കമ്പനീസൊക്കെ എന്ത് ചെയ്യും, സാറ്റലൈറ്റ് വെച്ചിട്ട് പാർക്കിങ്ങിൽ എത്ര കൂടുന്നുണ്ട്, എത്ര കച്ചവടം കൂടുന്നുണ്ട്, അങ്ങനെ വരെ അനലൈസ് ചെയ്യുന്ന ടീംസാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ആൾക്കാരും നമ്മളും തമ്മിൽ ഭയങ്കര ഇൻഫർമേഷൻ എസിമെട്രി ഉണ്ട്. അവർക്ക് കുറേ ഇൻഫർമേഷൻ അറിയാം. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ക്രൈസിസ് വരുന്നതിന് മുമ്പേ അവരറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അടുത്ത ദിവസം പത്രത്തിൽ വന്നിട്ട് അത് യൂട്യൂബ് ഷോർട്സ് ആയിട്ട് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ വിൽക്കാനോ വാങ്ങിക്കാനോ ആലോചിക്കാം. അപ്പം തന്നെ എന്താണ് സ്റ്റോക്ക് ഡൗണോ അപ്പോ ആയിട്ടുണ്ടാവും. അപ്പം മനസ്സിലാക്കേണ്ട എന്താ, അവർക്ക് കുറച്ചുകൂടി അടിപൊളി ഇൻഫർമേഷൻ ഉണ്ട്, അതിൻ്റെ ആക്സസ് ഉണ്ട്. നമുക്കത് ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ്. ഇനി എല്ലാവരും ലൈഫിൽ ഒരു ഫേസ് എത്തും, ഞാൻ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് നല്ല പെർസെൻറ്റേജ് ഉണ്ടാക്കാമെന്നൊക്കെ പറയും. സ്റ്റോക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ വെറുതെ പോയിട്ട് സ്റ്റോക്ക് വാങ്ങിച്ചുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഉണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പാവും, ചിലപ്പോൾ ഡൗൺ ആവും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം. മിനിമം 4 to 5 hours വീക്കിലി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, അനലൈസ് ചെയ്യണം, പഠിക്കണം, കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യണം, നിങ്ങൾ ഇൻഡസ്ട്രി പഠിക്കണം, ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നതെന്ന് പഠിക്കണം. കുറേ അറിയാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് വെറുതെ ഒരു സ്റ്റോക്ക് ഇഷ്ടപ്പെട്ടു അത് ഗ്രീൻ കണ്ടു വാങ്ങിക്കാം, റെഡ് കണ്ടു വയ്ക്കാം, അങ്ങനെയല്ല സംഭവം. നിങ്ങൾ അങ്ങനെയൊക്കെയാണ് ട്രൈ ചെയ്യുന്നത്. ചിലപ്പോൾ 100 രൂപയ്ക്ക് നിങ്ങൾ വേണേൽ ട്രൈ ചെയ്തോ, കുറേ പൈസ അതിൽ കളയരുത്. ബിക്കോസ് ദിസ് ഈസ് എ ബിഗ് ഗെയിം. പൈസ പോകുന്നതിൻ്റെയും പൈസ വരുന്നതിൻ്റെയും കളിയാണ്. ഓക്കെ, ഇനി എക്സിറ്റ് സ്ട്രാറ്റജി. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങിച്ചു, ഒരു ഷെയർ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ വിൽക്കുമോ? ഒരു 20% പ്രോഫിറ്റ് ഉണ്ടാക്കി നിങ്ങൾ അപ്പം വിൽക്കുമോ? ഇനി പ്രശ്നം എന്താ വെച്ചാൽ എനിക്കും നിങ്ങൾക്കൊന്നും എക്സിറ്റ് സ്ട്രാറ്റജി അറിയില്ല. ഇനി ആ കമ്പനി ഇനി ഗ്രോ ചെയ്യോ? പൊതുവേ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി നമുക്കറിയില്ല ഇനി ഗ്രോ ചെയ്യോ, താഴേക്ക് പോവോ, അപ്പോൾ വിൽക്കണോ, അല്ലെങ്കിൽ ലോസ് വന്നാൽ നമ്മൾ എന്തെങ്കിലും എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ടോ, -10% ആകുമ്പോൾ ഇറങ്ങുന്നോ, അനി ആ പൈസ വെച്ചിട്ട് അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. നമ്മൾ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട്. മ്യൂച്വൽ ഫണ്ടുകാരാകുമ്പോൾ നമ്മളൊന്നും അറിയണ്ട. അവർ കുറേ വാങ്ങിക്കുന്നുണ്ട്, അവർ കുറേ വിൽക്കുന്നുണ്ട്, നമ്മളതിനെപ്പറ്റി അറിയണ്ട. നമ്മൾ ആ പെർസെൻറ്റേജ് മാത്രം നോക്കിയാൽ മതി. ഇനി ഇതിലൊരു ഹിഡൻ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ എന്താണ്, നിങ്ങളൊരു പ്രോപ്പർ എക്സ്പേർട്ടാണ്, ഓഫ് കോഴ്സ് നിങ്ങൾ ലോങ് റണ്ണിൽ ഹോൾഡ് ചെയ്യും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കും വിൽക്കും ഒക്കെ ചെയ്യും. ഓക്കെ, ഇനി 1 ഇയറിൻ്റെ അണ്ടറിലാണെങ്കിൽ അതിനെ STCG വരും, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. 1 ഇയറിന് മേലെയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. നിങ്ങളൊരു എക്സ്പേർട്ട് ആയിക്കോട്ടെ, ബിഗിനർ ആയിക്കോട്ടെ, നിങ്ങൾ സ്റ്റോക്സ് വാങ്ങിക്കും വിൽക്കുകയും ചെയ്യുമല്ലോ. ഇത് വിൽക്കുമ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം സ്റ്റോക്ക് വിറ്റിട്ട് ചിലപ്പോൾ ആ പൈസ വെച്ചിട്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും വേറെ എവിടെയെങ്കിലും. പക്ഷേ ആ ഓരോ പ്രാവശ്യം നിങ്ങൾ വിൽക്കുമ്പം നിങ്ങൾക്ക് ടാക്സ് വരും. 1 ഇയറിനുള്ളിലാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് വരും. ഇനി ഇതേ സംഭവം മ്യൂച്വൽ ഫണ്ടിലെ എക്സ്പേർട്ട്, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് എക്സ്പേർട്ട് മാനേജർ, പുള്ളീൻ്റെ മ്യൂച്വൽ ഫണ്ടിലെ ആ ബാസ്ക്കറ്റിൽ നിന്ന് ഇടയ്ക്ക് ചിലപ്പോൾ HDFC കുറേ വിൽക്കും, കുറേ റിലയൻസ് വാങ്ങിക്കും, അങ്ങനെ കുറേ ചെയ്യും. പക്ഷേ അതിന് ടാക്സ് ഉണ്ടാവില്ല. എപ്പോഴാണ് മ്യൂച്വൽ ഫണ്ടിലെ ടാക്സ് ഉണ്ടാവുക? നിങ്ങൾ വാങ്ങിച്ച മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ എപ്പോഴാണ് എക്സിറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ നിങ്ങൾ 3 വർഷം 4 വർഷം 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത്. അന്ന് നിങ്ങൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് LTCG, നിങ്ങൾ 1 വർഷത്തിനുള്ളിലാണെങ്കിൽ ഓഫ് കോഴ്സ് STCG സെയിം സാധനം വർക്ക് ചെയ്യും. നിങ്ങൾ 1 ഇയറിനെക്കാളും കൂടുതൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ അതേ സമയത്ത് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഉള്ളിൽ മ്യൂച്വൽ ഫണ്ട് മാനേജർ വിൽക്കും വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ടാക്സ് വരില്ല.
ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് ചെയ്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് വാങ്ങിക്കുന്ന വിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം നിങ്ങൾ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കി അതിൻ്റെ 20% പോയി ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ. അപ്പോൾ അത് മാറ്റർ ചെയ്യും. ഇപ്പോൾ ലോങ് ടേമിലാകുമ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് മാനേജർ വിറ്റോ വാങ്ങിച്ചാൽ നമുക്ക് വിഷയമല്ല. നമ്മൾ എന്ന് എക്സിറ്റ് ചെയ്യുന്നോ അന്നത്തെ LTCGO STCGO നമ്മൾ അടയ്ക്കേണ്ടി വരുള്ളൂ, വിച്ച് ഇൻ ദ ലോങ് റൺ ഹെൽപ്സ്. ലോങ് റൺ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പെർസെൻറ്റേജ് കൂടി ഉണ്ടാവും. നിങ്ങളിവിടെ കുറേ ടാക്സ് അടിച്ച് പോകും, ഇവിടെ ആകുമ്പോൾ നിങ്ങൾ അവസാനം ഒരു ടാക്സ് അടയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും മ്യൂച്വൽ ഫണ്ടിനെ വെച്ചിട്ട്. ഇനി കോമൺ ആയിട്ട് 1-2 കാര്യങ്ങളുണ്ട്. കോമൺ ആയിട്ടുള്ള കാര്യം, നമ്മൾ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിലാണ് മോസ്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ എക്വിറ്റി മാർക്കറ്റിൽ. മ്യൂച്വൽ ഫണ്ടിൽ ഡെറ്റ് എന്ന് പറഞ്ഞാൽ കുറേ വേറെ ടൈപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിഞ്ഞ് മ്യൂച്വൽ ഫണ്ട് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് അറിഞ്ഞ് വാങ്ങിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കോഴ്സ് ചെക്കൗട്ട് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി ഫ്രം സ്റ്റാർട്ട് ടു എക്സ്പെർട്ട് ലെവൽ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ MF20 കോഡ് ഉപയോഗിക്കുക. താഴെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് 20% ഓഫ് ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി എല്ലാ കാര്യങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മ്യൂച്വൽ ഫണ്ടും ഞാൻ പറഞ്ഞു, സ്റ്റോക്ക് മാർക്കറ്റ്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സ്റ്റോക്സ് വാങ്ങിക്കുമ്പോൾ ഡയറക്റ്റ് അവിടെ തന്നെ പോകുന്നത്. മെയിൻലി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കോഴ്സ് ബാക്കി കാണാൻ പറ്റും. ഇനി രണ്ടിനും നമുക്ക് ഹൈ ലിക്വിഡിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വിറ്റാൽ 1-2 ദിവസത്തിൽ, പൊതുവേ അടുത്ത ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാങ്കിൽ ക്യാഷ് ആയിട്ട് വരും. ഓക്കെ, അല്ലാണ്ട് മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചാൽ കുടുങ്ങോ അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങിച്ചാൽ കുടുങ്ങോ ഇല്ല, വിൽക്കാൻ പറ്റും. ലിക്വിഡിറ്റി എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും, അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എക്സിറ്റ് ലോഡ് ഉണ്ടാകും ചില മ്യൂച്വൽ ഫണ്ടിൽ. ചില മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാകും, നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ വാങ്ങിച്ചാൽ 1% ചിലപ്പോൾ അവർ പിടിക്കും. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ വളരെ റെയർ ആയിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നോക്കണം, വിൽക്കുമ്പോഴും നോക്കണം എക്സിറ്റ് ലോഡ് ഉണ്ടോ എന്ന്. ചില കണ്ടീഷൻസ് ഉണ്ടാവും. ഇനി ELSS എന്ന് പറഞ്ഞാൽ പണ്ടൊരു ഫണ്ട് ഉണ്ടായിരുന്നു, ടാക്സ് സേവിങ് ഫണ്ട്. അങ്ങനത്തെ ഫണ്ടുകളിൽ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്, 3 വർഷത്തിനുള്ളിൽ വിൽക്കാൻ പറ്റില്ല എന്ന് റൂളുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സ്പെൻസ് റേഷ്യോ, എക്സിറ്റ് ലോഡ്, ലോക്കിനൊക്കെ നോക്കണം. അതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഓക്കെ, ആ ബേസിക് കാര്യങ്ങളും എക്സ്പേർട്ട് കാര്യങ്ങളും നമ്മുടെ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ MF20 കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. സിനാരിയോ A, നിങ്ങൾ സ്റ്റോക്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തു 100 രൂപയാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് വേറെ കുറേ ഇൻകം ഒന്നുമില്ല, നിങ്ങൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങളുടെ ക്യാപിറ്റൽ, 100% റിട്ടേൺ ഉണ്ടാക്കി. നിങ്ങളൊരു ഗോൾ അടിച്ചു, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രാറ്റജി ഉണ്ട്, നിങ്ങൾ ഭയങ്കര ഗോൾ അടിച്ചു, നിങ്ങൾക്ക് ഭയങ്കര വിവരമാണ്, നിങ്ങൾ അത് 200 രൂപയാക്കി. 100% റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്, നിങ്ങൾ ഡബിൾ ചെയ്തു. ഓക്കെ, അതേ സമയത്ത് നിങ്ങൾ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പെർട്ടീസ് ഉണ്ട്, നിങ്ങളൊരിപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിക്കോട്ടെ, വീഡിയോ എഡിറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നിങ്ങൾ അതിൽ അപ്സ്കിൽ ചെയ്ത് നിങ്ങളത് കുറച്ചുകൂടി ബെറ്ററായിട്ട് വർക്ക് ചെയ്ത് കുറച്ചുകൂടി ടൈം ഇട്ട് നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ ഇൻകം കമ്പോണൻറ്റ്, നിങ്ങളുടെ ഇൻകം കൂട്ടി. ഓക്കെ, ഈ ഇൻകം കൂട്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ 1000 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ഇനി ഈ 1000 രൂപ നിങ്ങൾ സ്റ്റോക്കിൽ കുറേ കഷ്ടപ്പെട്ട് സമയം എടുത്തിട്ടൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ വല്ലതും ഇട്ടിട്ട് എക്സാമ്പിളായിട്ട് പറയുന്നത് 20% റിട്ടേൺ ഉണ്ടാക്കി എന്താ സംഭവിക്കുക? 100% റിട്ടേൺ ഒന്നും കിട്ടില്ല, റിയലിസ്റ്റിക്കലായിരിക്കാം. 20 അല്ല 10% ആയിക്കോട്ടെ. ഇനി ആ റിട്ടേൺ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ 1000 രൂപേൻ്റെ 10-20% ചിലപ്പോൾ എത്രയാണ്? 100-200 രൂപയാണ്. അപ്പോൾ നിങ്ങളുടെ പൈസ എത്രയായി? നിങ്ങളുടെ കയ്യിൽ 1200 രൂപയാണ്. അപ്പം കഥയിലെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു സ്റ്റോക്കിൽ ഭയങ്കര റിട്ടേൺ ഉണ്ടാക്കിയാൽ ഗുഡ്. പക്ഷേ എന്താണ് മാറ്റർ ചെയ്യുക? നിങ്ങൾ എത്ര ക്യാപിറ്റൽ ഇട്ടിട്ടുണ്ടെന്നാണ്. നിങ്ങൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 10% ഉണ്ടാക്കിയാൽ ഇറ്റ്സ് ഇസ് വെരി ഗുഡ്. 10,000 രൂപ നിങ്ങൾക്ക് കിട്ടി. അതേസമയം നിങ്ങൾ 1000 രൂപയും കൊണ്ട് എപ്പോഴും 50%, 20% ഇട്ടുകൊണ്ടിരുന്നാൽ വലിയ കഥയില്ല. അപ്പം നിങ്ങൾ ഇൻവെസ്റ്റിംഗ് ക്യാപിറ്റൽ കൂട്ടാൻ നോക്കും. അപ്പം നിങ്ങൾ സ്വന്തം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അപ്സ്കിൽ ചെയ്യാനും നിങ്ങളുടെ ഇൻകം കമ്പോണൻറ്റ് കൂട്ടാനും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടൊക്കെ നോക്കി നല്ല റിട്ടേണൊക്കെ ഉള്ള നോക്കി ചെയ്യാം. അപ്പം ഇത് നിങ്ങൾ വളരെ പാഷനേറ്റ് ആണ്, നിങ്ങൾക്ക് ഭയങ്കര ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ, നിങ്ങളുടെ ലോങ് ടേം ഗോൾസിലുള്ള ഒരു 90% പൈസ, ഓക്കെ, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത പൈസ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിലിടുക. ഓക്കെ, നിങ്ങൾ നോക്കി ആപ്റ്റായിട്ട് നിങ്ങൾക്ക് വന്ന് മ്യൂച്വൽ ഫണ്ടിലിടുക. സേഫായിട്ട് വേണ്ടിയിട്ട് പറയാം. 10% അല്ലെങ്കിൽ 5% നിങ്ങളുടെ ഒരു കൊതിക്ക്, നിങ്ങളുടെ ഒരു സ്കില്ല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉള്ളിനുള്ളിലുണ്ടാവില്ല, ഞാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, മാർക്കറ്റിനെക്കാട്ടും അടിപൊളിയായിട്ടോ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിനെക്കാട്ടും പറ്റുന്ന ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ 5 അല്ലെങ്കിൽ 10% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ. ചിലപ്പോൾ അത് അപ്പ് പോവും, ചിലപ്പോൾ ഡൗൺ പോയാലും നമുക്ക് ഓവർ പൈസ നഷ്ടമാവില്ല. അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസിലൂടെ പഠിക്കാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ എക്സ്പീരിയൻസിലൂടെ നല്ല റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. എനിവേസ് നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ കൂടുതൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക ആണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഇഫ് യു ആർ എ ബിഗിനർ, എക്സ്പെർട്ട് ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ പോയിന്റിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും വിവരം ഉണ്ടാവും, നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ റിയാലിറ്റി അറിയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി, എന്താ സംഭവം എന്ന് മനസ്സിലായി, ഏതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് മനസ്സിലാക്കി. ഇനി മ്യൂച്വൽ ഫണ്ടിനെ പറ്റി മൊത്തം അറിഞ്ഞ് പഠിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കോഴ്സ് ചെക്കൗട്ട് ചെയ്യാൻ മൊത്തം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ MF20 കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട. സീ ഇൻ അദർ വീഡിയോ. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.